തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഒരർത്ഥത്തിൽ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്ന്. അതിനുള്ള പ്രധാന കാരണം 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഒരു സീറ്റ് നേടാനായിട്ട് BJPക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷ BJPക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ശശി തരൂരും ഇടതുപക്ഷത്തിന്റേത് പന്ന്യൻ രവീന്ദ്രനുമാണ്. ഒരർത്ഥത്തിൽ BJPയുടെ കൂടി സ്ഥാനാർത്ഥി ശക്തനായി കഴിഞ്ഞാൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത കൂടി കൂടുതലാണ്. തൃശ്ശൂരും തിരുവനന്തപുരവുമായിരുന്നു BJP സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതേ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മൗന പ്രചരണമായിരുന്നു. അതേസമയം തന്നെ തൃശ്ശൂരിലാണെങ്കിൽ കൃത്യമായ പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ അത് നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമവും ഒരുപക്ഷെ കുറച്ചു നാളുകൾക്ക് മുൻപേ തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള നാരീശക്തി ക്യാമ്പയിൻ ആണെങ്കിലും അതിനുശേഷം നടന്ന സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളാണെങ്കിലും അദ്ദേഹത്തിന്റെ ലൂർദ് പള്ളി സന്ദർശനമാണെങ്കിലും എല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഒരു അജണ്ട BJPയുടെ അജണ്ട എല്ലാം തന്നെ നടപ്പിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ അതേസമയം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുന്ന ഒരു പ്രവണതയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 3 തവണയും വലിയ വിജയം നേടാനായതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കളത്തിലിറക്കേണ്ടത് ഒരു കേന്ദ്ര നേതാവിനെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. കാരണം ഒരു ഗ്ലാമറുള്ള കേന്ദ്ര തലത്തിൽ അഥവാ ദേശീയ തലത്തിൽ വലിയ ഗ്ലാമറുള്ള ഒരു വ്യക്തി തന്നെ കളത്തിലിറങ്ങണം എന്നുള്ള ഒരു പിടിവാശി യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉറക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് അത്ര തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം എന്ന് പറയുന്നത്. അതായത് ഒരുപക്ഷെ ശശി തരൂരിനും പന്ന്യൻ രവീന്ദ്രനുമെതിരെ രാജീവ് ചന്ദ്രശേഖരൻ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത്ര വലിയ വിജയം ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു സമീപനമാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. അവർ അക്കാര്യം ഒരുപക്ഷെ പരസ്യമായി പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തെ അത് കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് പകരം പിന്നെ ആര് ദേശീയ തലത്തിൽ വരണം എന്നുള്ള ചോദ്യത്തിനാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് ഞങ്ങൾക്ക് നല്ല ദേശീയ തലത്തിൽ തന്നെ നല്ല ഗ്ലാമർ ഉള്ള ഒരു വ്യക്തിയെ തന്നെ വേണം. ഗ്ലാമർ എന്ന് പറയുന്നത് കൃത്യമായ മാധ്യമ ഇടപെടലുള്ള കൃത്യമായി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ജനങ്ങൾക്ക് സുപരിചിതനായ ഒരു നേതാവിനെ തന്നെ വേണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അത്തരമൊരു നേതാവിന്റെ പേര് അല്ലെങ്കിൽ അത്തരം നേതാക്കളുടെ പേര് സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനും 2 S ജയശങ്കറുമാണ്. ഇതേ സാഹചര്യത്തിൽ ഇവർ 2 പേരിൽ ആരായാലും കുഴപ്പമില്ല എന്നുള്ളൊരു സമീപനം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ ഇവരെ നൽകാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമനോ അതല്ലെങ്കിൽ S ജയശങ്കറോ മത്സരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വത്തിനോളം തന്നെ ദേശീയ തലത്തിൽ BJPയുടെ ആവശ്യം കൂടിയാണ്. കാരണം കേരളത്തിൽ ഇക്കുറി ഒരു സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ദേശീയ തലത്തിൽ നിന്നും ഇവർക്ക് മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ആര് പിന്നെ എന്നുള്ള ചോദ്യം അവിടെ വീണ്ടും പ്രസക്തമാകും. അതിനുള്ള ഉത്തരവും സംസ്ഥാന നേതൃത്വം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ അത്രയും ഗ്ലാമറുള്ള ജനങ്ങൾക്കിടയിൽ അത്ര സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് അത്ര തന്നെ സ്വാധീനമുള്ള ശക്തനായ കരുത്തനായ ഒരു നേതാവിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത്. അത് മറ്റാരുമല്ല കുമ്മനം രാജശേഖരൻ തന്നെയാണ്. കുമ്മനം രാജശേഖരൻ തിരിച്ചു വരണം എന്നുള്ളൊരു ആവശ്യം കൂടി BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ കുമ്മനം രാജശേഖരൻ വരികയാണെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ഒരു മേൽക്കൈ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ കുമ്മനം രാജശേഖരന്റെ ജനപ്രീതിയും അതിന് ഏറെ കാരണമാണ് എന്നുള്ളതും ഒരു ഘടകം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കേന്ദ്രത്തിൽ നിന്നും അതായത് രാജ്യസഭയിൽ നിന്നും ഇപ്പോൾ വിരമിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ കാലാവധി അടുത്ത് നിൽക്കുന്ന കുറച്ച് കേന്ദ്രമന്ത്രിമാർ കൂടിയുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് V മുരളീധരൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് തന്നെയാണെങ്കിലും ഇക്കുറി മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ആറ്റിങ്ങലിലാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി ജനപ്രീതിയുള്ള മണ്ഡലം, അദ്ദേഹത്തിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലം എന്നാണ്. അതുകൊണ്ട് തന്നെ V മുരളീധരൻ ആറ്റിങ്ങൽ തന്നെ മത്സരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും തിരുവനന്തപുരത്തെ കരുത്തനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരൻ തന്നെ ആകാനുള്ള സാധ്യത ഏറി വരികയാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു ജനരോഷത്തിനെല്ലാം തന്നെ പാത്രമാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റ് പല വിഷയങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ചില സമീപനം എന്ന് പറയുന്നത് അത് വിദ്വേഷപരമായിട്ടുള്ള സമീപനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ചില പരാതികളെല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ വിവാദമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ സാമൂഹിക അവസ്ഥയിൽ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഇമേജിന് അല്പം ഇടിവ് തട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതേ സാഹചര്യത്തിലാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വം ഭയപ്പെടുന്നതും. രാജീവ് ചന്ദ്രശേഖരൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബി.ജെ.പിയുടെ സീറ്റ് അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ലഭിക്കുന്ന വോട്ടിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ഭയം. യഥാർത്ഥത്തിൽ എൽ.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ.ഡി.എഫ് പന്ന്യൻ രവീന്ദ്രനെ നിർത്തിയിട്ടുള്ളതും യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി അത്ര കണ്ട് തന്നെ സ്ട്രോങ് അല്ലെങ്കിൽ കരുത്തനായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പന്ന്യൻ രവീന്ദ്രന് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടും CPI-യെ സംബന്ധിച്ചിടത്തോളം CPI കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പന്ന്യൻ രവീന്ദ്രനെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എൽ.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുണ്ട് പന്ന്യൻ രവീന്ദ്രന് ഒരുപക്ഷെ വോട്ടുകൾ ശേഖരിക്കാനാകുമെന്നുള്ളത്. പക്ഷെ അതേസമയം തന്നെ ശശി തരൂരിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടിന്റെ അളവ് അല്പം ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾക്കെല്ലാം തന്നെ തുടക്കമാകുന്ന സ്ഥിതിവിശേഷമാണ്. യഥാർത്ഥത്തിൽ ശശി തരൂരിനെതിരെ ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അല്പം എതിരഭിപ്രായം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. കാരണം അദ്ദേഹം MP ആയതിനു ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്നൊരു പരാതി വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയെ തള്ളിക്കളയാൻ മാത്രം പാകമുള്ളതല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ 2019 അതായത് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശശി തരൂർ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് കരസ്ഥമാക്കിയ വോട്ടുകൾ എന്ന് പറയുന്നത് 4,16,131 വോട്ടുകളാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ശശി തരൂരിന്റെ ഈ മികവും ഈ നേട്ടവും തന്നെയാണ് എല്ലാ മുന്നണികളെയും ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ 2ാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് BJPയുടെ കുമ്മനം രാജശേഖരന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു ഘടകം തന്നെയാണ്. 3,16,142 വോട്ടുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ CPI ദിവാകരൻ 3ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന് ലഭിച്ചത് 2,58,556 വോട്ടുകളാണ്. യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എപ്പോഴും BJP എന്ന് പറയുന്നത് അത് 3ാം മുന്നണിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു കുതിച്ച് ഉയരാനായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ സാധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരത്തെ വിജയം അല്ലെങ്കിൽ കുമ്മനം രാജശേഖരന്റെ ആ നേട്ടം തന്നെയാണ് BJPക്ക് ഇത്ര പ്രതീക്ഷ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കുമ്മനം രാജശേഖരനെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് സംസ്ഥാന നേതൃത്വം പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ 2014 തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ശശി തരൂർ കരസ്ഥമാക്കിയിട്ടുള്ളത് 2,97,806 വോട്ടുകളാണ്. അതേസമയം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് O രാജഗോപാലാണ്. അദ്ദേഹത്തിന് 2,82,333 വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ CPIയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ബെനറ്റ് എബ്രഹാമാണ് 2,48,941 വോട്ടുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ 2014 വെച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് താരതമ്യം ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം CPIയുടെ വോട്ടുകൾ അത്ര കണ്ട് തന്നെ പുറകിലോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതേസമയം അതായത് CPIക്ക് വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ രണ്ട് വർഷങ്ങളെ അല്ലെങ്കിൽ 2 തവണകളെയും താരതമ്യം ചെയ്ത് നോക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം BJP വോട്ടുകളുടെ ആണെങ്കിൽ തോത് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു ഘടകം തന്നെയാണ്. എന്നാൽ ശശി തരൂരിന് വലിയ തരത്തിലുള്ള ഒരു നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് യഥാർത്ഥത്തിൽ BJP ഉന്നം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിലുള്ള നേതാക്കൾ തന്നെ വേണം, അതായത് 2 ദേശീയ നേതാക്കൾ തമ്മിൽ മത്സരം കൊഴുക്കട്ടെ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് BJP എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 3 മുന്നണികളുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങളും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഏറെക്കുറെ അന്തിമ തീരുമാനമാകുമെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും കേന്ദ്രം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ തിരുവനന്തപുരം മണ്ഡലവും തൃശൂർ മണ്ഡലവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂരാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും. എന്തായാലും തിരുവനന്തപുരത്തേക്ക് ഇനി കുമ്മനം രാജശേഖരന് എത്തുമോ അതോ ഇനി ഗ്ലാമറുള്ള ഏതെങ്കിലും ദേശീയ നേതാക്കൾ തന്നെ ആയിരിക്കും എത്തുക എന്നുള്ള കാര്യത്തിൽ ഇന്നത്തോടെ അന്തിമ തീരുമാനമാകും.